ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഞാൻ അയർലൻഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഓണം കൂടലാണ്. ആക്ച്വലി ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന കോസ്റ്റ്യൂമാണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഓണപരിപാടിക്ക് പോയതുകൊണ്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. എനിവേസ്, അപ്പം വീഡിയോനൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടതുകൊണ്ട് ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുത്ത നൈറ്റ് ഡ്യൂട്ടി പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വേഗം നമുക്ക് അയർലൻഡിലെ എൻ്റെ ഓണാഘോഷം കണ്ടിട്ട് വരാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടേനും പരിപാടി. കയറി ചെന്ന വടന് ഒരു അടിപൊളി പൂക്കളം കണ്ട്. പൂക്കളുടെ ക്ഷാമം ഉള്ളതുകൊണ്ട് തേങ്ങാപ്പീരയിൽ കളർ മുക്കിയിട്ടിട്ട പൂക്കളം എന്തായാലും എനിക്കിഷ്ടമായിന്. അങ്ങനെ പൂക്കളും ആസ്വദിച്ച് ഞാൻ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യമുള്ളത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അവരെനിക്ക് ബാൻഡ് കെട്ടി തന്നു. ആക്ച്വലി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു VIP ബാൻഡ് കിട്ടുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. ആടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ എൻ്റെ മുന്നിൽ കുറേ വട്ടമേശ സമ്മേളനക്കാർ. ഇവരൊക്കെ എന്തൊക്കെയോ കാര്യമായി ചിന്തിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു മൂലയ്ക്ക് നോക്കുമ്പോൾ അവിടെ മത്സരം എന്തോ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നോട്ടം അങ്ങോട്ടേക്കായി. ഞാൻ നോക്കുമ്പം ക്യാൻഡിൽ വാക്കാണ്. ആക്ച്വലി ഞാനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് റൗണ്ട് തന്നെ 8 നിലയിൽ പോയി. എൻ്റെ വാക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് 2 റൗണ്ടിലായിട്ട് ജയിച്ചോലെ കാണിച്ചു തരാമെന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം അടുത്ത വട്ടമേശ സമ്മേളനം. അല്ലെങ്കിലും പെണ്ണുങ്ങൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ, നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സൊറ പറഞ്ഞ് അങ്ങോട്ട് കൂടും അല്ലേ. അങ്ങനെ ക്യാൻഡിൽ വാക്ക് കഴിഞ്ഞ് അടുത്ത മത്സര ഇനം വടംവലിയാണ്. അതും ഫസ്റ്റ് തന്നെ സ്ത്രീകളുടെ വടംവലിയാണ്. എല്ലാവരും ഭയങ്കര ഉഷാറേനു. അങ്ങനെ ടീമെല്ലാം സെറ്റ് ചെയ്ത് വടം വലിക്കേണ്ട ആൾക്കാരെല്ലാം കയറിൻ്റെ 2 അറ്റത്തായിട്ട് അങ്ങോട്ട് നിലയുറപ്പിച്ചു. വടംവലിയുടെ ആശാനായ റിനിലേട്ടൻ ചേച്ചിമാർക്കൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. അത് കേൾക്കാൻ വേണ്ടി എല്ലാവരും ദൂരെ നിന്ന ആൾക്കാരൊക്കെ അടുത്ത് വന്ന് ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ശക്തമായ പ്രോത്സാഹനത്തിന് ശേഷം ഞാൻ നിന്ന ഈ ഭാഗം തന്നെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ദ വിന്നിങ് ടീം. എന്തായാലും എല്ലാവർക്കും ഒരടിപൊളി കൺഗ്രാജുലേഷൻസ്. അടുത്തതായി പുരുഷന്മാരുടെ വടംവലിയാണ്. എല്ലാവരും ആവേശത്തോടുകൂടി കയറ് പിടിച്ചങ്ങനെ മുറുക്കി നിൽക്കുവാണ്. അങ്ങനെ വീണ്ടും എൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ടീം തന്നെ വീണ്ടും ജയിച്ചിരിക്കുകയാണ് ഗൈസ്. എന്തായാലും എനിക്ക് വയ്യ. അങ്ങനെ വടംവലിക്ക് ശേഷം ഒരു അടിപൊളി ഓണസദ്യ വന്ന് പേപ്പർ വാഴയിലയിൽ നിരത്തി ഓരോ ഐറ്റംസ് ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ആദ്യത്തെ സദ്യയാണ്. ഞാനതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എന്തായാലും സദ്യക്ക് എങ്കേമമായിരുന്നു കേട്ടോ. ഓണസദ്യ കഴിഞ്ഞൊരു 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഇനോഗ്രേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരുവാതിര വന്നു. തിരുവാതിരയ്ക്ക് ശേഷം കുഞ്ഞു കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് പരിപാടി തന്നെയായിരുന്നു. 5 മണിക്ക് ശേഷം ഗാനമേളയും DJ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് പരിപാടി ഉണ്ടെന്ന് അറിയെങ്കിലും എനിക്കത് കൂടാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഒരു 4:30-ൻ്റെ ഉള്ളിൽ ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. അതുവരെ ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാമെന്നോർത്തു. അപ്പോൾ ഇത്രയാണ് ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ഓണാഘോഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.